ഹായ് കൂട്ടുകാരെ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും വ്യത്യാസ വേൾഡിലേക്ക് സ്വാഗതം. ഞാനിന്ന് കപ്പ നടാൻ പോവാണ്. ഞാൻ 2 ദിവസം മുമ്പേ കപ്പ നടാൻ വേണ്ടി സ്പെഷ്യൽ ഗ്രോ ബാഗ്, കപ്പയ്ക്ക് വേണ്ടി മാത്രമല്ല കുറച്ച് വലിയ വിസ്താരമുള്ള ഗ്രോ ബാഗ് ഉണ്ടാക്കി കാണിച്ചിരുന്നു. പൈസയൊന്നും കൊടുക്കേണ്ട, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചാക്കിൽ സാധനം കൊണ്ടുവന്നാൽ ആ ചാക്ക് ഒഴിയുന്നു. ആ സമയത്ത് അതിന് ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞിട്ടൊരു ഞാൻ ഒരു വീഡിയോ വിട്ടിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് 2-3 ആൾക്കാർ പറഞ്ഞു കപ്പ നടുന്ന ഒന്ന് കാണിക്കുമോ. അപ്പം ഞാനിതാ ആ ഗ്രോ ബാഗിൽ ഞാൻ കപ്പ നടാൻ പോവാണ് കാണിക്കാൻ. ഇത്രയും വലുത് യമണ്ട ഗ്രോ ബാഗ്. ഈ ഗ്രോ ബാഗിൽ കപ്പ നട്ടാൽ കപ്പയ്ക്ക് നമുക്ക് ഹൈറ്റല്ല വേണ്ടത്, വിസ്താരം. അപ്പം നല്ല വിസ്താരമുണ്ട്, നല്ല സൂപ്പറായിട്ട് കപ്പ തിന്നുണ്ടാക്കാം. അപ്പൊ പേര് നമുക്ക് കപ്പ നടുന്നത് കാണാനും. ഫസ്റ്റ് തന്നെ നടുന്ന എന്താ ഗ്രോ ബാഗിലുണ്ട്, ഫസ്റ്റ് തന്നെ കരിയിലയാ. പക്ഷെ ഗ്രോ ബാഗിന് ഹോൾസ് വേണം കേട്ടോ, ഹോൾസ് നന്നായിട്ട് ഇങ്ങനെ വെള്ളം വാർന്നു പോവണല്ലോ. അപ്പൊ ഞാൻ കരിയില ഇടട്ടെ. കരിയില ഞാൻ റോട്ടുമെന്ന് വാരിക്കൊണ്ടുവന്നതാ. എവിടെ കരിയിലുണ്ടോ അത് ഞാൻ വാരി കൊടുത്തു. എന്നിട്ട് ഇവിടെ കൊണ്ടുപോയി കൂട്ടി നല്ല ഉണങ്ങിയിട്ട് പടപടാതെ റോട്ടുമെന്നായതുകൊണ്ട് പ്ലാസ്റ്റിക് എല്ലാം ഓരോ നോക്കി പെറുക്കി കളയണം. കരിയിൽ നമുക്ക് എത്രത്തോളം ഇട്ട് കുത്തി നിറക്കാൻ കഴിയുന്നോ അത്രത്തോളം കുത്തി നിറക്കണം. അത് നേര കിട്ടുമ്പോ അങ്ങ് അമർന്ന് വളായി മാറിക്കോളും. കുറേ അങ്ങ് വലിയൊരു പാത്രത്തിൽ കൊണ്ടുവന്ന് ഇലക്കപ്പതിൽ കൊണ്ട് അങ്ങ് പൊടിഞ്ഞു പോവുക വേണ്ടതും. നമ്മള് കരിയിലെടുക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം, പാമ്പൊക്കെ ഉണ്ടാവും, വഴുതാരയൊക്കെ. അപ്പൊ നല്ലോണം കഴിക്കിങ്ങനെ ഉറയിട്ടിട്ടൊക്കെ എടുക്കുന്ന ഏറ്റവും നല്ലത്. പിന്നെ കരിയിലിട്ട് ഉണ്ടാക്കിയാൽ അടുത്ത് മണ്ണിടണം. അപ്പൊ മണ്ണ് ഉറച്ചു പോകും, നല്ല വേരോട്ടുണ്ട്. ഇത് നല്ലൊരു വളം കൂടിയ ഞാൻ മണ്ണിടട്ടെ. മേലെ നല്ല നമ്മളെ കരിയിലൊക്കെ ഒന്ന് അടഞ്ഞ മണ്ണായിരിക്കും. ഇടയ്ക്ക് മണ്ണിട്ട് കൊടുക്കണം. കരിയിലും കുറച്ച് മണ്ണ്, കൂടുതൽ കരിയിലേ വേണ്ട. ഞാൻ ലെവല് ചെയ്യട്ടെ. ഇപ്പൊ ഈ മണ്ണിൽ ധാരാളം സൂക്ഷ്മ ജീവികളുണ്ട്. ഇപ്പൊ അതെല്ലാം വളമാക്കി മാറ്റിക്കോളും. പിന്നീട് നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയൂലല്ലോ, പിന്നെ കപ്പയായതുകൊണ്ട്. ഇനി ഒരു ചാണകപ്പൊടി കൂടെ കരിയിൽ അതിന്റെ മേലെ കിട്ടാട്ടെ. പ്ലാസ്റ്റിക് അത് മിഠായിന്റെ ഇഷ്ടംപോലെ റോട്ടുമെന്ന് വാരിയെടുക്കുന്നത്. ദൂരെ പോയിട്ടൊന്നുമല്ല, വീടിന്റെ മുമ്പ് റോഡായതുകൊണ്ടാ. വെണ്ണീരിടട്ടെ. കപ്പയ്ക്ക് ഏറ്റവും നല്ല വളം വെണ്ണീര. നല്ല ടേസ്റ്റ് ഉണ്ടാവും കപ്പ ഉണ്ടാവും. ചാണകം ഇട്ടാല് സമർപ്പാന്നൊക്കെ പറയുന്ന കേൾക്കുന്നുണ്ട്. വെണ്ണീര് കുറയാണ്. കപ്പ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. നമ്മളെ കേരളീയർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ് കപ്പ. അപ്പൊ സ്ഥലമില്ലാത്തവര് നടാൻ സ്ഥലമില്ലാന്നും പറഞ്ഞിരിക്കണ്ട, ഇങ്ങനെയുള്ള ചാക്ക് ഇങ്ങോട്ട് പീസാക്കിയിട്ട് നടുക. കപ്പ പറിക്കുന്നുണ്ട് ഒരു കമ്പൊക്കെ കിട്ടും, പോയി ചോദിച്ചാലൊക്കെ മതി. വേറെ
ഇത്രയും വലിയ ഞാൻ കൊണ്ടുവന്നിട്ട് നോക്കി അമർന്നു പോയി. ഇത് ഫുള്ള് ഞാൻ കരിയില കൊണ്ടുവന്നു. ഭയങ്കരമായ പൊടി മൂക്കിലടിക്കുക. മാസ്ക് ഇടണം. ഞാനിതിൽ കൂടുതലും കരിയിലിട്ട് കുറച്ച് മണ്ണിട്ട് പിന്നെ വെണ്ണീര് ഇട്ടു. വെണ്ണീര് എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല, ചാരം വിറകൊക്കെ കത്തിച്ചിട്ട് ഞാൻ മണ്ണിടട്ടെ. എന്താണ് ഞാൻ കപ്പ നടുന്നത്? കപ്പക്കൊമ്പ് ഞാന് മണ്ണിട്ടു. നമ്മളിപ്പം തന്നെ വീർപ്പിച്ച എവിടെ ചുളിവൊന്നും വരുത്തണ്ട. എന്നാല് ഈ കരിയിലൊക്കെ ഇടുമ്പോ കമ്പ് കൂടുന്നത് ശ്രദ്ധിക്കണം കേട്ടോ. അത് കീറിപ്പോവും ചാക്ക്. അതിനാകുമ്പോ കൊറേ സമയം എടുക്കുക. നല്ല വിസ്താരത്തിൽ ഞാൻ കപ്പ നടട്ടെ. ഇതാ കമ്പ് മുറിച്ച് കൊണ്ടുവച്ചിട്ട് 2-3 ദിവസമായി. അപ്പൊ മാറ്റം നോക്കി പൊങ്ങി വരുന്നുണ്ട് കേട്ടോ. മോളെ വരുന്നത് കണ്ടോ? ഞാൻ തണലത്ത് വെച്ചതായിരുന്നു, എനിക്ക് സമയം കിട്ടിയില്ല നടാന്. അപ്പൊ നടുമ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയും ഭാഗം അടി പോകട്ടെ. എന്നിട്ട് ഈ പൊങ്ങി നിൽക്കുന്നുണ്ടല്ലോ, ഇങ്ങനെയാ നടാവുക, ഇങ്ങനെയല്ല, ഇങ്ങനെ നടണം. അപ്പൊ ഞാനത് നടട്ടെ. നടല് കഴിഞ്ഞു. ഇതിന്റെ മേലെ ഞാൻ കുറച്ച് മണ്ണിടും. കണ്ടില്ലേ വലിയ ബാഗില് കപ്പ നട്ടത്. ഇനി ഞാന് ചെയ്യാൻ പോകുന്നത്, ഇതിപ്പോ ഒരു കപ്പൊക്കെ ആയി വരുന്ന കുറെ കഴിയൂലേ. അപ്പൊ നമുക്ക് വലിയ ചാക്കല്ലേ, വിസ്താരല്ലേ, നമ്മൾ ഇടവേളയായിട്ട് ഇങ്ങനെ ചുറ്റും എന്തെങ്കിലും നടാം. ഞാൻ പൊന്നാങ്കണ്ണി നടാൻ പോകും അതിന്റെ ചുറ്റും. അപ്പൊ നമുക്ക് പൊന്നാങ്കണ്ണി കപ്പയുണ്ടാവും. ഏതായാലും നനക്കണല്ലോ. ഞാൻ ഈ പൊന്നാങ്കണ്ണി നടത്തി അതിന്റെ ചുറ്റിലും കാണിച്ചു. പൊന്നാങ്കണ്ണി ചീര ഞാനിത് തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വിളവെടുത്തതായിരുന്നു. അപ്പം അതിന് കുറച്ച് ഞാൻ എടുത്ത് വെച്ചതാ. ചുറ്റും നട്ടുകൊടുത്താലേ ഇതിന് അധികം താഴോട്ട് വേരിറങ്ങിയൊന്നുമില്ല. എന്റെ അടുത്ത് പൊന്നാങ്കണ്ണി ചീര പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല, കണ്ണിന് പൊന്നാണ്. അപ്പൊ നമുക്കിതെടുത്ത് ഹൈറ്റും കുര അധികം പടരിയില്ല. എൻ്റെ അടുത്തൊക്കെ എന്നിട്ടുമുണ്ട് പ്ലാസ്റ്റിക്. ഞാനിത് ചുറ്റങ്ങ് നടാന്ന് വിചാരിച്ചു. അപ്പൊ കപ്പയുണ്ടായിക്കോളൂ. അതിന്റെ അടുത്ത് നമുക്ക് എത്രയോ പ്രാവശ്യം പൊന്നാങ്കണ്ണി പറിക്കാനുണ്ടാവും. അതിന്റെ ചുറ്റും എന്തായാലും നമ്മൾ നനച്ചു കൊടുക്കണല്ലോ. കപ്പക്കൊന്നും ഹൈറ്റ് വേണ്ടാന്നുള്ളത് കപ്പ ചാക്ക് നട്ട് വിളവെടുത്തപ്പോ എനിക്ക് മനസ്സിലായത്. പിന്നെ ചാക്ക് കിടത്തിയിട്ട് നടുന്നവരുണ്ട്. അപ്പൊ അതിന് മാത്രമുള്ള സ്ഥലമില്ല. കിടത്തും ഒരുപാട് സ്ഥലം വേണം. ഇതാവുമ്പോ അത്ര സ്ഥലം വേണ്ട. ചുറ്റും പൊന്നാങ്കണ്ണി അങ്ങ് നട്ടുകൊടുത്ത്. അപ്പൊ കപ്പയുണ്ടാവും, നമുക്കാണെങ്കിൽ തോരൻ വെക്കാൻ പൊന്നാങ്കണ്ണി ഉണ്ടാവും. ഇങ്ങനെ വിസ്താരമുള്ള കവറിൽ നട്ടാല്. ഞാൻ ബാക്കിയുള്ളതൊക്കെ ഞാൻ വേറെ ഒന്നും കൂടെ കപ്പ നടട്ടെ, എന്നിട്ട് കാണിച്ചു തരാം. ഇതില്ലേ ഞാൻ 5 എണ്ണം 1 2 3 4 5 5 കപ്പക്കൊമ്പ് ഞാൻ നട്ടു എന്റെ കപ്പന്റെ ഗ്രോ ബാഗിൽ. അപ്പൊ അത് നിറയെ കരിയിലാണ്. ഇതിന്റെ പ്രത്യേകം എനിക്ക് സന്തോഷം എന്താണെന്ന് വെച്ചാൽ എന്റെ ഈ കുടുംബത്തിലെ കുറേ പേര് ഇങ്ങനെ കരിയില കളയുന്നില്ല, കരിയില വാരിയിട്ട് ഇങ്ങനെ ചാക്കിൽ നിറക്കുന്നുണ്ട്. എന്റെ കൃഷി കണ്ട് അതേപോലെ കൃഷി ചെയ്യുന്നുണ്ട്. എന്നെ റോൾ മോഡലാക്കുന്നവർ വരെ ഉണ്ട് എന്റെ കുടുംബത്തിൽ. അപ്പോൾ എന്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ വേറെ കാര്യം പറയാനുള്ളത് കണ്ടോ, ഞാൻ ഇനി കപ്പന്റെ ചുറ്റും പൊന്നാങ്കണ്ണി നട്ടത്. അപ്പൊ ഏതായാലും കപ്പ ആളായി വരാൻ കുറെ കഴിയൂലേ. അപ്പൊ ഞാൻ ചുറ്റും ഇതാ ഇതിലൊക്കെ ഞാൻ പൊന്നാങ്കണ്ണി നട്ടിട്ടുണ്ട്. ഇത് നനയ്ക്കല്ലോ എന്തായാലും. അപ്പൊ പിന്നെ പൊന്നാങ്കണ്ണി അത്രയൊന്നും പൊക്കല്ല, ഇങ്ങനെ പടർന്നു പോവുള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ.